കാരണം കഴിഞ്ഞ 6-7 വർഷം പാലക്കാർക്ക് നഷ്ടമായി എന്ന് വോട്ടർമാർക്ക് ബോധ്യമായിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത വർഗ വ്യത്യാസമില്ലാതെ പാലായിക്ക് ഉണ്ടായിരുന്ന വലിയ ഒരു മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ, പ്രത്യേകിച്ച് കെ.എം. സാറ് ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിൽ അത് 6-7 വർഷമായി പുറകോട്ട് പോയി എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതല്ലാതെ നിയമസഭാ സാമാന്യ നിലയ്ക്ക് ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റാൻ പറ്റില്ല. ഞാൻ ഉച്ചകാലത്തിലേക്കൊന്നും കിടക്കുന്നില്ല. നിയമസഭയിലെ പങ്കാളിത്തം, സബ്ജക്ട് കമ്മിറ്റിയിലെ പങ്കാളിത്തം, ബഡ്ജറ്റിൽ ആവശ്യങ്ങൾ എഴുതി കൊടുക്കുന്നത് സംബന്ധിച്ച് MLAക്ക് 20 പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ 20 കാര്യങ്ങൾ എഴുതി കൊടുക്കാം. അതുപോലും കൃത്യമായി കൊടുക്കാത്ത അവസ്ഥ. അപ്പോൾ എല്ലാത്തിലും പരാജയപ്പെട്ട നിലവിലുള്ള ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളത് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പാലായിൽ തീർച്ചയായും 100% നല്ല നിലയിലുള്ള വിജയ പ്രതീക്ഷയാണ്. ബോർഡ് കൊണ്ടൊക്കെ വളരെ ശക്തമാണ്. കാരണം ഏറ്റവും വലിയ നീളം കൂടിയ ബോർഡും വീതി കൂടിയ ബോർഡും ഏറ്റവും കൂടുതൽ വണ്ടികളും ഏറ്റവും കൂടുതൽ ശബ്ദമായ അന്തരീക്ഷവും ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് അസഹ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ന്യായമായ അതിനാവശ്യമല്ലേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 40 ലക്ഷം എന്ന് പറയുന്നത് അവരെ കണക്കെടുത്താൽ ഇതിപ്പോൾ എത്ര ലക്ഷമായി കാണുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞങ്ങളതിന് പരാതിയെക്കുറിച്ച് പരാതിയല്ല, കണക്ക് കൊടുത്തപ്പോൾ അതൊട്ടും ആനുപാതികമല്ല. കാരണം നമ്മൾ പ്രകടമായി വഴിയിൽ കാണുന്ന പ്രചരണ സാമഗ്രികളുടെ അളവെടുത്താൽ, അതിൻ്റെ ഒരു കോസ്റ്റ് എടുത്താൽ ഇത്ര പല മടങ്ങ് 40 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജനാധിപത്യത്തിൽ ഒട്ടും ഭൂഷണമായ കാര്യമല്ല. അതൊക്കെ പ്രബുദ്ധരായ വോട്ടർമാരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.